നമസ്കാരം. ആൻഡ് ഗേറ്റ് എങ്ങനെ NumPy ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആൻഡ് ഗേറ്റ് എന്നും എങ്ങനെയാണ് എക്സൽ ഉപയോഗിച്ച് ആൻഡ് ഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ പറഞ്ഞത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഇൻപുട്ടുകളുണ്ട്, x1 x2. y എന്ന് പറയുന്നതാണ് ടാർഗറ്റ്. എല്ലാം ബൈനറി ആണ്. രണ്ട് ഇൻപുട്ടിനും വാല്യൂ 1 ആകുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഔട്ട്പുട്ട് ഉണ്ടാവുന്നുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം നിങ്ങളുടെ ഔട്ട്പുട്ട് 0 ആണ്. ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെയിറ്റ് അസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ട്. അസ്യൂംഡ് വെയിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആണ്. സോ ഫോർവേഡ് പ്രൊപ്പഗേഷൻ ചെയ്ത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം നമ്മൾ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പ്രൊപ്പഗേഷൻ ആണ്. സോ എങ്ങനെയാണ് ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ അപ്ഡേറ്റഡ് വെയിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഐറ്ററേഷനെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതേ കാര്യം തന്നെ നമ്മൾ NumPy ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം NumPy ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ഇതേ ഉത്തരം തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് NumPy ഇമ്പോർട്ട് ചെയ്യുന്നു. NumPy അറേ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് ഫീച്ചേഴ്സ്. ആ ഇൻപുട്ട് ഫീച്ചേഴ്സിന്റെ ഷേപ്പും എന്താണ് ഇൻപുട്ട് ഫീച്ചർ എന്നുള്ളതും പ്രിന്റ് ചെയ്യുന്നു. ഇൻപുട്ട് ഷേപ്പ് 4,2 ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അറേയിൽ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് x1 ആണ്, രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് x2 ആണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടാർഗറ്റ് ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അതും അറേ ആണ്. ആ ഒരു അറേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനെ കൃത്യമായിട്ടുള്ള ഷേപ്പിലേക്ക് റീഷേപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ടാർഗറ്റ് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വെയിറ്റ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എക്സലിൽ കൊടുത്ത അതേ വെയിറ്റുകൾ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, W1 0.1 W2 0.2 അതുപോലെ തന്നെ B ബയാസ് 0.3 ആണ് കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നത് വെയിറ്റ് ആണ്. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ വെയിറ്റ്, ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ വെയിറ്റ്. അടുത്തത് B കൊടുക്കേണ്ടതായിട്ടുണ്ട്. B ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ B = 0.3 ഡിഫൈൻ ചെയ്യുന്നു. LR എന്ന് പറയുന്നത് ലേണിംഗ് റേറ്റ് ആണ്. ബാക്ക് കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് എക്സൽ കാൽക്കുലേഷനിൽ നമ്മൾ എടുത്തിരുന്നത് 0.05 ആണ്. അടുത്തതായിട്ട് രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാനുണ്ട്. ഒന്ന് സിഗ്മോയിഡ് ആണ്, സിഗ്മോയിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എന്താണ് സിഗ്മോയിഡ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് സിഗ്മോയിഡ് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഫോർവേഡ് പ്രൊപ്പഗേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഇത് ഒരു ലൂപ്പിലാണ് ചെയ്യേണ്ടത്, കാരണം നമുക്ക് ഒരുപാട് ഐറ്ററേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ മുന്നത്തെ എക്സൽ കാൽക്കുലേഷനായിട്ട് കമ്പയർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മളിത് ലൂപ്പ് ചെയ്യുന്നില്ല, ഒറ്റ ഐറ്ററേഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നു, x ആൻഡ് w, പിന്നെ അതിനോടുകൂടി ബയാസ് ആഡ് ചെയ്യുന്നു. ആ ഒരു ലീനിയർ ഫംഗ്ഷനെ സിഗ്മോയിഡിലൂടെ കടത്തിവിട്ട് നമ്മൾ നോൺ ലീനിയർ ഫംഗ്ഷനാക്കി മാറ്റുന്നു. അതെല്ലാം പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതേ വാല്യൂസ് തന്നെയാണോ എക്സലിൽ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാം പ്രിന്റ് ചെയ്യുന്നത്. മീൻ സ്ക്വയർ എറർ കണ്ടുപിടിക്കുന്നു. അതാണ് നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ. ഇവിടുത്തെ കോസ്റ്റ് ഫംഗ്ഷന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് 0.6007 ആണ്. നിങ്ങളുടെ എക്സലിലും അതേ ഒരു കോസ്റ്റ് വാല്യൂ കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നിങ്ങളുടെ ഫോർവേഡ് പ്രൊപ്പഗേഷൻ കറക്റ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പ്രൊപ്പഗേഷൻ ആണ്. അതിനുവേണ്ടി ഡിറൈവേറ്റീവ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് dc/dA കണ്ടുപിടിക്കുന്നു. അത് മുകളിൽ ഡിഫൈൻ ചെയ്ത എററിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ dA/dz കണ്ടുപിടിക്കുന്നു. ഈ ഡെറിവേറ്റീവ് ഓഫ് സിഗ്മോയിഡ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതുകൊണ്ട് ആ ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എപ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ സൈസിനെ കുറിച്ച്. ഇവിടെ നിങ്ങളുടെ dc/dO അല്ലെങ്കിൽ dA/dz എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4x1 ആണ്. നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ട് വരുന്ന വെയിറ്റ് മെട്രിക്സിൻ്റെ സൈസ് എന്തായിരിക്കണം, 2x1 ആണ്. സോ അത് കിട്ടണമെങ്കിൽ എങ്ങനെ സാധ്യമാവുള്ളൂ, നിങ്ങൾക്കൊരു 2x4 × 4x1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ 2x1 എന്ന് പറയുന്ന ഒരു സൈസ് ഉള്ളൊരു മാട്രിക്സ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയിൻ റൂൾ പഠിച്ചപ്പം എങ്ങനെയാണ് ഈ ഡിഫറൻഷിയേഷൻ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതേ കാര്യം തന്നെ എക്സലിൽ ചെയ്തപ്പോഴും റിപ്പീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ആകെ ഇവിടെ ചെയ്യുന്നത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എടുത്ത ഓർഡറിൽ മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. സോ ആ രീതിയിൽ dc/dw കണ്ടുപിടിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ പുതിയതായിട്ടുള്ള വെയിറ്റ് കണ്ടുപിടിക്കുന്നു. കിട്ടിയ വെയിറ്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വെയിറ്റ് W1 എന്ന് പറയുന്നത് 0.096, അതുപോലെ തന്നെ രണ്ടാമത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 0.196. നമുക്ക് എക്സലുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇതേ കാൽക്കുലേഷൻ നമ്മൾ എക്സൽ ചെയ്തപ്പോൾ ആദ്യത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 0.096, രണ്ടാമത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 0.196. സോ നല്ല രീതിയിൽ നമ്മുടെ എക്സൽ കാൽക്കുലേഷനും അതുപോലെ തന്നെ NumPy കാൽക്കുലേഷനും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. തുടക്കക്കാർക്ക് ഇതെന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാൽക്കുലേഷൻ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് NumPyയിലും
അതുപോലെ തന്നെ എക്സലിലൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് പൈത്തണൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ലൈബ്രറീസ് ഒരുപാട് പൈത്തണിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷെ അത്ര ലൈബ്രറികളിലേക്ക് നേരിട്ട് നമ്മൾ പോയി ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊന്നും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കിട്ടിക്കോളണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരേ പ്രോബ്ലം തന്നെ എക്സലിലും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗും വെച്ച് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായിരിക്കും. കാരണം നമ്മൾ ഒരു ഐട്രേഷനേ ചെയ്തിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതേ പ്രോഗ്രാം എടുക്കുക, നിങ്ങൾ പല പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യുക, എന്നിട്ട് W1 W2 ഒപ്റ്റിമൈസ് ചെയ്യുക. അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ കോഡ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ കാണുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. സോ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതാണ് സിംഗിൾ പോയിന്റ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യണം നിങ്ങളുടെ കിട്ടിയ വെയിറ്റുമായിട്ട്, അതിനോട് ബയാസ് ആഡ് ചെയ്യുന്നു, എന്നിട്ട് സിഗ്മോയിഡ് ഫംഗ്ഷനിലൂടെ കടത്തിവിടുന്നു. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് കാണും. ഇതേ കാര്യം പല രീതിയിലുള്ള അറേസ് വെച്ച് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയി കിട്ടിയ റിസൾട്ടുകളാണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊന്നും കറക്റ്റ് അല്ല, കാരണം നമ്മുടെ വെയിറ്റ് ഒപ്റ്റിമൈസ് ആയിട്ടില്ല. വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ള ജോലി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അടുത്തൊരു സെഷനിൽ പൈടോർച്ച്, ടെൻസർഫ്ലോ, കേറാസ് ഇങ്ങനെ ന്യൂറൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ്പ് ലേണിംഗ്.